ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് പേര് റിക്വസ്റ്റ് അയക്കുന്നുണ്ട് ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. അത് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് ഞാനത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. അപ്പൊ ഇപ്പൊ നിലവിലുള്ളവർ ശ്രദ്ധിക്കുക, 33 സ്റ്റുഡൻസ് ആണുള്ളത്. ഒന്നാമത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ അറ്റൻഡൻസ് ഇതിന്റെ അകത്ത് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എത്ര സമയം കയറി എന്നതിനെ സംബന്ധിച്ച് കറക്റ്റായി നമുക്ക് അറ്റൻഡൻസ് ലഭിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? എന്താണ് ഫിനാൻസ്? ദാറ്റ് മീൻസ് നമുക്കറിയാം എവരി ബിസിനസ് കൺസേൺ ദി മെയിൻ എയിം ടു മേക്ക് മണി. നമുക്കറിയാം ഏതൊരു ബിസിനസ് സംബന്ധിച്ചും ഹലോ ഹലോ സ്റ്റുഡൻസ്, ഇടയ്ക്ക് ഓരോ കോൾ വരുന്നപ്പോൾ ഡിസ്റ്റർബൻസ് ആയി, ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എവരി പേഴ്സൺ സ്റ്റാർട്ട് ദി ബിസിനസ് ദി മെയിൻ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്സ് ടു മേക്ക് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഏതൊരു വ്യക്തിയും ഒരു ബിസിനസ് ആരംഭിക്കുക. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് അയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റിന് അയാൾക്ക് എന്ത് ലഭിക്കണം? റിട്ടേൺ ലഭിക്കണം. അപ്പൊ ഇത്തരത്തിൽ ഒരു വ്യക്തി ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അയാളുടെ വരുന്ന ട്രാൻസാക്ഷൻസ് അതിനെ, അല്ലെങ്കിൽ അയാൾക്ക് വരുന്ന മണി ട്രാൻസ്ഫറിനെ അയാൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ദാറ്റ് മീൻസ് accounting is a language of business. It is the language of numbers. It is thorough accounting that results the business operations and communicated to various parties interested in the business. ഒരു ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്, ഭാഷയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയ പാർട്ടീസുമായിട്ട് ഈ ബിസിനസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോ ഒരു വ്യക്തി കുറച്ച് ക്യാഷ് ബിസിനസ്സിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്പോസിറ്റ് ചെയ്ത ക്യാഷിന്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാഷിന് അയാൾക്ക് എന്ത് റിട്ടേൺ കിട്ടി, ഇത് നമ്മൾ അക്കൗണ്ട്സ് വഴിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇസ് ദി പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, മെഷറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇക്കണോമിക് ഇൻഫോർമേഷൻ to permit informed judgments and decision by the users of information. ആവശ്യമായ വ്യക്തികൾക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടി ഇക്കണോമിക് ഇൻഫോർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മെഷർ ചെയ്യും, ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആൻ ആർട്ട്. നമുക്കറിയാം ഇതൊരു ആർട്ടാണ്. ഇറ്റ് ഈസ് എ സയൻസ്. ഇതൊരു സയൻസ് ആണ്. എന്താണ് ഈ ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞെങ്കിൽ? സയൻസ് എന്ന് പറഞ്ഞെങ്കിൽ അതിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, ചില കോൺസെപ്റ്റുകൾ ഉണ്ടാവും. അക്കൗണ്ടിങ്ങിനും എന്തുണ്ട്? കോൺസെപ്റ്റുകളും പ്രിൻസിപ്പിൾസും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ സയൻസ് ആണെന്ന് പറയാൻ സാധിക്കും. ഇനി എന്താണ് ആർട്ട്? ആർട്ട് ഈസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ കേപ്പബിലിറ്റീസ് ഓർ പേഴ്സണൽ ടൈപ്സ് ഓഫ് എ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായ കഴിവ്, അല്ലെങ്കിൽ അയാൾ അതെങ്ങനെ പ്രയോഗിക്കുന്നു, ഇതിനെയാണ് നമ്മൾ ആർട്ട് എന്ന് പറയുക. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കും പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ക്ലാസ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് മൈ ആർട്ട്. ഇത് എന്റെ ഒരു ആർട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സയൻസ് ആണ് എന്നിരിക്കെ അത് ഉപയോഗിക്കുന്ന വ്യക്തികൾ അവർക്ക് അനുസൃതമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ആർട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ്. അതായത് മോണിറ്ററി ട്രാൻസാക്ഷനെ ഒരു ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന ഒരു ആർട്ടാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻസ് വിച്ച് ആർ ഫിനാൻഷ്യൽ ഇൻ ക്യാരക്ടർ. ഫിനാൻഷ്യൽ ഇൻ ക്യാരക്ടർ ഉള്ള ആ സ്വഭാവമുള്ള ട്രാൻസാക്ഷനെ മാത്രമേ ആര് റെക്കോർഡ് ചെയ്യുകയുള്ളൂ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇറ്റ് ക്ലാസിഫൈസ് ദി റെക്കോർഡ് ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ ഈ ട്രാൻസാക്ഷനെ ആര് ക്ലാസിഫൈ ചെയ്യുന്നു? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്ലാസിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ്, ഇറ്റ് സമ്മറൈസസ് ദി ക്ലാസിഫൈഡ് ഡാറ്റ. ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഡാറ്റയെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സമ്മറൈസ് ചെയ്യുന്നു, അതിന്റെ സമ്മറി ഉണ്ടാക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ് അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ്സ് ദി സമ്മറൈസ്ഡ് ഡാറ്റ. അതായത് ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഡാറ്റയെ സമ്മറൈസ് ചെയ്യുന്നു. സമ്മറൈസ് ചെയ്തിരിക്കുന്ന ഡാറ്റയെ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുകയും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്താ പറയുന്നത്?
ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് ഇതിലൂടെ ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോ ഗവൺമെന്റിനാണെങ്കിൽ, ടാക്സ് അതോറിറ്റിക്ക് ആണെങ്കിൽ ഇത്ര രൂപ ഞങ്ങൾക്ക് ഈ വർഷം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അതിന് ഇത്ര ശതമാനം ടാക്സ് അടയ്ക്കുന്നു. അപ്പൊ ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ് ടാക്സ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് പാർട്ടിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ് തമ്മിലുള്ള വ്യത്യാസം എന്താ? So bookkeeping means it is just the keeping of books. That means the recording of transaction. Recording of transaction ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞെങ്കിലോ, അക്കൗണ്ടിങ് is a wider term comparing to bookkeeping. Accounting includes analyzing, interpreting, classifying the recorded data. ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഡാറ്റയെ അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇതെല്ലാം എന്തിന്റെ അകത്ത് വരുന്ന? അക്കൗണ്ടിങ്ങിന്റെ അകത്ത് വരുന്നത്. അപ്പൊ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ജസ്റ്റ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷനെ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ എന്തെന്ന് പറയും? അക്കൗണ്ടിങ് എന്ന് പറയും. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? എന്തൊക്കെയായിരിക്കും അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്ത് ചെയ്യുന്നു? ബിസിനസ് ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നു. രണ്ടാമതോ, അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിർണ്ണയിക്കുന്നത് ആരാണ്? അക്കൗണ്ടിങ് ആണ്. നെക്സ്റ്റ്, ടു അസർട്ടൈൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്? സേഫ് ആണോ അല്ലയോ? ലിക്വിഡിറ്റി പൊസിഷൻ ഉണ്ടോ ഇല്ലയോ? ഡെപ്റ്റ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് ആരാണ്? അക്കൗണ്ടിങ് ആണ്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടു പ്രൊട്ടക്ട് പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ പ്രോപ്പർട്ടീസ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ടു കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഡ്യൂ ആൻഡ് ഡ്യൂ ഫ്രം അതേഴ്സ്. എത്ര എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ട്, എത്ര രൂപ നമ്മൾ കൊടുക്കാനുണ്ട്, എത്ര പേര് നമുക്ക് തരാനുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത് ആരാണ്? അക്കൗണ്ടിങ് ആണ്. ടു കാൽക്കുലേറ്റ് ടു അസർട്ടൈൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുമ്പോൾ അതിന് എന്ത് കോസ്റ്റ് വരും, അതിന് എത്ര സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഇടണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരുടെ ഒബ്ജക്റ്റീവ്സ് ആണ്? അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഈ പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ ഉത്തരവാദിത്തമാണ്. ടു ഫുൾഫിൽ ദി സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. ടു ഫുൾഫിൽ ദി സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? നമ്മളുടെ ഈ പറയുന്ന ടാക്സ് അതോറിറ്റീസിന് എത്ര ടാക്സ് കൊടുക്കണം, റിട്ടേൺ കൊടുക്കണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്? ഫങ്ഷൻസ് ആണ്, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ടു നോ വെദർ ദി ബിസിനസ് ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട്. ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ നോട്ടോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഇവരുടെ അക്കൗണ്ടിങ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് അത് തന്നെയാണ്. അതായത് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ തുടങ്ങിയ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. പിന്നെ എന്താണ് പറയുക? കറണ്ട് ഇയർ പ്രോഫിറ്റും കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടത്തുന്നു. അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റിന്റെ അകത്ത് സെയിൽസ്, പിന്നെ എക്സ്പെൻഡിച്ചർ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ സ്റ്റഡി നടത്തുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി പോസ്റ്റ് മോർട്ടം ഓഫ് പാസ്റ്റ് ഡാറ്റയാണ്. പോസ്റ്റ് മോർട്ടം ഓഫ് പാസ്റ്റ് ഡാറ്റയാണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റകൾ മാത്രമേ ഇതിന്റെ അകത്ത് വരുന്നുള്ളൂ, ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ അകത്ത് വരുന്നുള്ളൂ. അതായത് ഒരു ക്യാഷ് നമ്മൾ കൊടുത്തു, ഇറ്റ് ഈസ് എന്താണ്? പാസ്റ്റ് ആണത്, അത് കഴിഞ്ഞുപോയി, ഹിസ്റ്റോറിക് ആണ്. അത് മാത്രമേ എവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ? നമ്മളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഹിസ്റ്റോറിക്കൽ ഇൻ നാച്ചുറൽ ആണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ മാത്രമേ എന്തിന്റെ അകത്ത് വരുന്നുള്ളൂ? ഈ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ അകത്ത് വരുന്ന ഫസ്റ്റ് ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ, നോൺ മോണിറ്ററി നാച്ചർ വിൽ നോട്ട് എന്താകുന്നില്ല റെക്കോർഡഡ് ഇൻ അക്കൗണ്ടിങ്. നോൺ മോണിറ്ററി ഐറ്റംസ് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ അകത്ത് എന്ത് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ? ഈ പറയുന്ന സാമ്പത്തികപരമായ പണപരമായ മണിയിൽ അളക്കുവാൻ സാധിക്കുന്നത് മാത്രമേ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഒരു എംപ്ലോയിയുടെ എഫിഷ്യൻസി, അയാളുടെ എക്സ്പീരിയൻസ്, ഇതൊന്നും എവിടെ റെക്കോർഡ് ചെയ്യില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യില്ല. അപ്പൊ രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നോൺ മോണിറ്ററി ഐറ്റംസ് ഇത് കൺസിഡർ ചെയ്യുന്നില്ല എന്നതാണ്. നെക്സ്റ്റ് എന്താണ്? ഇൻഫോർമേഷൻ റെക്കോർഡ് ഇൻ അക്കൗണ്ട്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ജഡ്ജ്മെന്റ് ഓഫ് അക്കൗണ്ടിങ് ഓർ മാനേജ്മെന്റ്.
ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ പേഴ്സണൽ ജഡ്ജ്മെന്റിന് വിധേയമായേക്കാം. അതായത് വ്യക്തിഗതമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന് വിധേയമായേക്കാം. അതൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് എന്താണ്? പ്രൈസ് ലെവൽ ചേഞ്ചസ് ഇത് കൺസിഡർ ചെയ്യുന്നില്ല. പ്രൈസ് ലെവൽ ചേഞ്ചസ്, ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ പോലുള്ള പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒന്നും ഇത് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ഇത് ചില സമയത്ത് എസ്റ്റിമേറ്റ്സിനെ ബേസ് ചെയ്യുന്നു. എസ്റ്റിമേറ്റ്സ് എന്ന് പറഞ്ഞാൽ അസംഷൻസിനെ ബേസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. പ്രധാനമായിട്ടും 3 ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണുള്ളത്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മീൻസ് ഇറ്റ് റെക്കോർഡ് ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ്. മോണിറ്ററി ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിങ് ശാഖയാണ് ഇതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് മീൻസ് ഇറ്റ് കൺസിഡർ ദി കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇൻ എ പ്രൊഡക്ഷൻ ഫീൽഡ്, ഒരു പ്രൊഡക്ഷൻ ഫീൽഡിൽ ഒരുപാട് തരത്തിലുള്ള കോസ്റ്റുകൾ വരാം. വേരിയബിൾ കോസ്റ്റ് വരാം, ഫിക്സഡ് കോസ്റ്റ് വരാം, സെമി വേരിയബിൾ വരാം, ഓവർ ഹെഡ്സ് വരാം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് മീൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. ദാറ്റ് മീൻസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. മാനേജ്മെന്റിന് ഒരു ഡിസിഷൻ എടുക്കണം. ഒരു ഫാക്ടറി അടച്ചു പൂട്ടണോ വേണ്ടിയോ തീരുമാനിക്കണം. അപ്പൊ അതിന് നമുക്ക് എന്ത് കിട്ടിയാൽ പോരാ? ഫാസ്റ്റ് ഡാറ്റ കിട്ടിയാൽ പോരാ. എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അപ്പൊ ഇതിനു വേണ്ടിയുള്ള അക്കൗണ്ടിങ് ശാഖയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ഫോർ മാനേജ്മെന്റ് ടു ടേക്ക് കറക്റ്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റിനെ സഹായിക്കുന്ന അക്കൗണ്ടിങ് ശാഖയാണ് ഇതെന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റത്തേതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. ഏറ്റവും ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. That means it is concerned with the preparation of financial statements and the communication of accounting or business information to external users, including shareholders, employees, etc. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അല്ലെ? ഇങ്ങനെയുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രിപ്പറേഷൻ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നിട്ട് അത് എന്താ ചെയ്യുന്നത്? ഈ പ്രിപ്പറേഷൻ, ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഇതിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് സംരംഭം സ്റ്റേബിൾ ആണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റഡ് പാർട്ടീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് ഷെയർ ഹോൾഡേഴ്സുമായിട്ടും എംപ്ലോയീസുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താണ്, ക്ലിയർ ആണോ? ഹലോ ഹലോ, കേൾക്കുന്നില്ലല്ലോ? ഹലോ ഹലോ, ഓക്കെ ആണ്. നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിനേക്കാളും ക്ലിയർ ആണോ? ആണല്ലേ? ഓക്കെ, എന്തോ ക്ലിയർ ആവുന്നില്ല? അജിത്, അജിത്ത് എന്തോ പറഞ്ഞിരുന്നു, ക്ലിയർ ആയില്ല. നെറ്റിലല്ല, നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ശരിയാവില്ല. ഗൂഗിൾ മീറ്റ് ആണ് ശരി. ഗൂഗിൾ മീറ്റിനേക്കാൾ കുറച്ച് നെറ്റ് മതി എന്ന് തോന്നുന്നു ഇതിന്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നാളത്തെ നാളെ നിങ്ങൾക്ക് ക്ലാസ് ഇല്ല. നിങ്ങൾക്ക് തിങ്കൾ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് ക്ലാസ്. അതിന്റെ ടൈം ടേബിൾ ഈ ആപ്പിന്റെ അകത്തുണ്ട്. ആ സമയത്ത് നിങ്ങൾ ലൈവായിട്ട് വരിക കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഓക്കെ, എന്നാൽ ഓക്കെ, താങ്ക് യു.